ചോരളീയം നവകേരള സദസ്സ് ഇനി മുഖാമുഖം. ജനശ്രദ്ധ തിരിക്കുവാൻ അന്തംകമ്പി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളായിരുന്നു ചോരളീയവും തുടർന്ന് ഒരു മാസക്കാലം തീവെട്ടികളെല്ലാം ഒരു വാഹനത്തിൽ കയറി ഊരു ചുറ്റുന്ന പരിപാടിയായ നവകേരള യാത്രയും. ഈ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ കാരണം മുഴുവൻ മാധ്യമശ്രദ്ധയും തുടർന്ന് ജനശ്രദ്ധയും ഈ പരിപാടിയിലാകുകയും തുടർന്ന് എല്ലാ ചർച്ചകളും ഈ വിഷയത്തിൽ ചുറ്റിപ്പറ്റിയാകുകയും ചെയ്യും എന്ന കാരണത്താലാണ്. മാത്രമല്ല, ഈ പരിപാടികൾ കോടികൾ പിരിക്കുവാനുള്ള ഒരു സുവർണാവസരവുമായിരുന്നു. മന്ത്രിസഭയിലുള്ള തീവെട്ടികൾക്ക് പദ്ധതികളിൽ നിന്ന് സഹസ്ര കോടികൾ വെട്ടാൻ കിട്ടുമ്പോൾ ജില്ല തോറുമുള്ള നേതാക്കൾക്ക് അതിൻ്റെ കേട് തീർക്കുക എന്നതായിരുന്നു ഇതിൻ്റെ മറ്റൊരു അപ്രഖ്യാപിത ലക്ഷ്യം. മേൽപ്പറഞ്ഞ രണ്ട് പരിപാടികളും ഇവർ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടതിനാലാണ്, എന്നുവെച്ചാൽ അടിപടലം വെട്ടും ജനശ്രദ്ധ തിരിക്കലും നടന്നതിനാലാണ് നവകേരള സദസ്സിന് തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ മേഖലകളിലുള്ളവരുമായി സംവദിക്കുന്ന മുഖാമുഖം പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോകുവാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. വരുന്ന ഫെബ്രുവരി 18 മുതൽ മാർച്ച് 3 വരെയാണ് വിവിധ ജില്ലകളിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് 1 മിനിറ്റ് സംസാരിക്കാനാണ് അനുവാദം. നവകേരള സദസ്സിന്റെ മാതൃകയിൽ സ്പോൺസർഷിപ്പിലൂടെ ഇതിനുള്ള പണം കണ്ടെത്തണം. നവകേരള സദസ്സിന് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയ തുകയുടെ കണക്കുകൾ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നോർക്കണം. വനിതകൾ, സാംസ്കാരിക പ്രവർത്തകർ, ആദിവാസി ദളിത് വിഭാഗങ്ങൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, വിവിധ തൊഴിൽ മേഖലയിലുള്ളവർ, കാർഷിക മേഖലയിലുള്ളവർ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരുമായി പിണറായി വിജയൻ സംസാരിക്കും പോലും. ഫെബ്രുവരി 18 കോഴിക്കോട് വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തോടെയാണ് പരിപാടിയുടെ തുടക്കം. കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വകുപ്പ് മന്ത്രിയാണ് ചെയർപേഴ്സൺ. പരിപാടിയിൽ 2000-ൽ കുറയാത്ത ജനപങ്കാളിത്തം ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം. 1 മണിക്കൂറാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് സംസാരിക്കുവാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 1 മിനിറ്റ് സംസാരിക്കാം. സംസാരിക്കാൻ കഴിയാത്തവർക്ക് കാര്യങ്ങൾ എഴുതി നൽകാം. എഴുതി നൽകുന്ന കാര്യങ്ങൾ 1 പേജിൽ കവിയരുതെന്നും നിർദ്ദേശമുണ്ട്. പരിപാടി തുടങ്ങി അവസാനിക്കുന്നതുവരെ മുഴുവൻ മാധ്യമ ശ്രദ്ധയും ഇതിലായിരിക്കും. ചുരുക്കത്തിൽ സർക്കാർ ചെലവിൽ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇതുവഴി നടക്കുകയും ചെയ്യും. ഇത് തുടങ്ങപ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത് കേരളീയമല്ല, ചോരളീയമാണ്, തീവെട്ടിക്കൊള്ളയ്ക്കുള്ള മാർഗമാണ് എന്ന്. അതുപോലെ സംഭവിച്ചു. കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ നിയമസഭയിലും പുറത്തുവിടാതെ സർക്കാർ ഇപ്പോഴും ഒളിച്ചു കളിക്കുകയാണ്. നിയമസഭയിൽ MLA-മാരുടെ ചോദ്യത്തിന് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നവകേരള സദസ്സിൽ മന്ത്രിമാരുടെ വാഹനങ്ങൾ ഓടിയതിന്റെ ചെലവ് സംബന്ധിച്ചും കൃത്യമായ കണക്കുകളില്ല. എല്ലാം സ്പോൺസർഷിപ്പിലൂടെയാണെന്ന് സർക്കാർ അവകാശപ്പെട്ട പരിപാടിയായിരുന്നു ചോരളീയം. പക്ഷേ പരിപാടി കഴിഞ്ഞ് മാസം 3 കഴിഞ്ഞിട്ടും സ്പോൺസർഷിപ്പിന്റെ കണക്കുകൾ മാത്രമില്ല. മുമ്പ് പലതവണ വിവരാവകാശ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കണക്കുകൾ ചോദിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ മറുപടി നൽകിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ MLA-മാരായ PC വിഷ്ണുനാഥിന്റെയും അൻവർ സാദത്തിന്റെയും നിയമസഭയിലെ ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് പരിപാടിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്പോൺസർഷിപ്പ് തുക മുഴുവനായും ലഭ്യമായിട്ടില്ല എന്നാണ്. പബ്ലിക് റിലേഷൻസ് വകുപ്പ് ചെലവഴിച്ച കണക്കുകൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. പരിപാടി കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കണക്കും ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ ഇത് മറന്നു മട്ടാണ്. ചോരളീയത്തിൽ മാത്രമല്ല, നവകേരള സദസ്സിന്റെ ചെലവുകളിലും യാതൊരു കണക്കുകളുമില്ല. നവകേരള സദസ്സ് സമയത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഔദ്യോഗിക വാഹനങ്ങളുടെ ഇന്ധന ചാർജും മെയിൻ്റനൻസും ലോഗ് ബുക്കും ആവശ്യപ്പെട്ട് T. സിദ്ദിഖിന്റെ ചോദ്യത്തിനാണ് ഒന്നിന്റെയും വിശദ വിവരങ്ങൾ ശേഖരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് അവിടെയും ഇവിടെയും തൊടാതുള്ള ഗുണവും മണവുമില്ലാത്ത മറുപടികൾ മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, പുതിയൊരു ബസ് റൂട്ട് ആവശ്യപ്പെട്ടവർക്ക് അപേക്ഷ കിട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു ചിലർക്ക് ബസ് ഇപ്പോൾ ഇല്ല, വരുന്ന മുറയ്ക്ക് ആലോചിക്കാം എന്നൊക്കെയുള്ള ഒഴുക്കൻ മറുപടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാധ്യമല്ല എന്ന് ആരോടും പറയാത്തത് കൊണ്ട് അവർ ഈ കത്തുമായി പ്രതീക്ഷയോടെ 1-2 വർഷം കാത്തിരിക്കും. അപ്പോഴേക്കും ഈ തീവെട്ടികൾ ഭരണത്തിൽ നിന്ന് പോവുകയും ചെയ്യും. ജനങ്ങൾ ആരായി? ബസ്സിൽ കയറി നാട് ചുറ്റിയിട്ട് ജനങ്ങളെ കണ്ടിട്ട് മിണ്ടാത്ത പിണറായി ഇനി എന്നാ സംസാരിക്കാനാണ്? വീണ്ടും പിരിവെടുത്ത് പുട്ടടിക്കാനുള്ള അടുത്ത പണി, അല്ലാതെന്ത്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.